ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ആ ഒരു സ്പ്ലെൻഡറിൻ്റെ റിവ്യൂ ചെയ്ത ഒരു ടൈമിൽ കുറച്ച് പേര് ചോദിച്ചായിരുന്നു വല്ല സ്പ്ലെൻഡർ കാര്യങ്ങളൊക്കെ ലോ പ്രൈസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി വളരെ ചെറിയൊരു പൈസയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു വണ്ടീനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ സംസാരിക്കേണ്ടതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വണ്ടിയുടെ മോഡൽ വന്നത് 2001 മോഡൽ വണ്ടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഏകദേശം 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടെന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ വന്നത് ഈ വർഷം അവസാനമാണ് ഈ ഒരു വണ്ടിയുടെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ വന്നേന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആളായിട്ട് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു വണ്ടിയുടെ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി. ഒരു ആവറേജ് ക്വാളിറ്റിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ആ ഒരു ബാക്കിലെ ടയറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ബാക്കും ഫ്രണ്ടും പുതിയ ടയർ ഇട്ടിട്ട് അധികം ഓടിയിട്ടില്ല എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കിലും ഫ്രണ്ടിലും പുതിയ ടയർ ഇട്ടതിന് ശേഷം അധികം ഓടിയിട്ടൊക്കെ ഇല്ല എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നോർമലി നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ഒരു ഹാൻഡിലും മിററും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഫ്രണ്ടിലെ വൈസറിന് ചെറിയ പൊട്ടൽ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ യൂറോ 1ൻ്റെ ഹെഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. 2 ഫോഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റമ്പിൻ്റെ ഇവിടെ ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നും കാണാനായിട്ട് കഴിയുന്നില്ല. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴായാലും വലിയ തുരുമ്പും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ചെയിനും സ്പോക്കറ്റൊക്കെ പുതിയത് തന്നെയാണെന്ന് കേട്ടോ ആൾ പറഞ്ഞത്. അധികം നാളൊന്നും ആയിട്ടില്ല ഈ ഒരു വണ്ടിയുടെ ചെയിനും സ്പോക്കറ്റൊക്കെ മാറിയിട്ടെന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴായാലും വലിയ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി നേരെ മീറ്ററിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴായാലും നോർമലി നമ്മുടെ സ്പ്ലെൻഡറിൽ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങളൊക്കെ വന്നത്. ഇനി നേരെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴായാലും ബാക്കിൽ നിന്നുള്ള ഒരു വണ്ടിയുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. വലിയ രീതിയിലൊന്നും ചെയ്തിട്ടില്ല. നോർമൽ നമ്മുടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഒടിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ബാക്കിൽ വന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ളൊരു ബാറ്ററി എന്ന് പറയുന്നത് പുതിയൊരു ബാറ്ററി തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. ഇനി ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിയുടെ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പ്ലെൻഡറിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞോണം വണ്ടിക്ക് ബാക്കിലും ഫ്രണ്ടിലും പുതിയ ടയറും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. അധികം ഓടിയിട്ടില്ല. അതുപോലെ തന്നെ ചെയിനും സ്പോക്കറ്റും പുതിയത് തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ കൊടുത്തിട്ടുള്ള ഒരു ബാറ്ററി എന്നും പറയുന്നത് പുതിയതൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു മീഡിയം ക്വാളിറ്റിയിലിരിക്കുന്ന ഒരു സ്പ്ലെൻഡറാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് 3-4-5 പേരും 5-6 പേരല്ല ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. നമ്മൾ ആ സ്പ്ലെൻഡറിൻ്റെ വീഡിയോ ചെയ്തൊരു ടൈമിൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു അല്ല സ്പ്ലെൻഡർ സെയിലിന് വേണ്ടിയിട്ടുണ്ടോ ലോ പ്രൈസിൽ നിന്ന്. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഇന്ന് ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മൾ പനിച്ചൊക്കെ ഇരിക്കുന്ന ഒരു ടൈമാണ്. എങ്കിലും ഇങ്ങനെ 2-3 പേര് കുറച്ച് പേര് നമ്മുടെ അടുത്ത് ചോദിച്ച കാരണം അതിനൊരു വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരു സ്പ്ലെൻഡറിൻ്റെ ഡീറ്റെയിൽസ് തന്നെ കേട്ടോ. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് 12,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 12,000 രൂപയിൽ നിങ്ങൾ വിളിച്ചിട്ട് 6,000 രൂപയ്ക്ക് 8,000 രൂപയ്ക്ക് തരുമെന്നൊന്നും ചോദിക്കാൻ നിൽക്കരുത്. 12,000 രൂപ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഫൈനൽ റേറ്റ് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു വണ്ടിക്ക് ഇൻഷുറൻസ് എടുത്തിട്ട് അധികം നാളായിട്ടില്ല. അതുപോലെ തന്നെ ബാക്ക് ടയറും ഫ്രണ്ട് ടയറൊക്കെ നല്ല കണ്ടീഷൻ തന്നെയുണ്ട്. ചെയിൻ സ്പോക്കറ്റൊക്കെ നല്ല തന്നെയാണ്. അതുപോലെ തന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ പുതിയ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഈ സ്പ്ലെൻഡറിൻ്റെ ഡീറ്റെയിൽസ് തന്നെ. അപ്പോൾ ഓണറുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കേണ്ടതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വണ്ടീനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആളായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. മറ്റൊരു വണ്ടിയുടെ വിശേഷങ്ങളായി കാണുമ്പോഴേക്കും ബൈ ബൈ.